ശ്രദ്ധ, ശ്രദ്ധ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയത്? ആ ഹാങ്കറിനെ കുറിച്ച് ചോദിച്ചപ്പോ വാണിംഗ് കിട്ടിയതല്ലേ, പിന്നെന്തിനാ വീണ്ടും? സ്ട്രേഞ്ചറിനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. അയാളെ തേടിയാ ഞാൻ അവിടെ പോയത്, അല്ലാതെ ഹാങ്ങർ 5-ൽ എന്ത് നടക്കുന്നു ഒളിച്ചു നോക്കാനല്ല. പനിഷ്മെന്റിന്റെ വേദനയൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. എന്താ ശ്രദ്ധ ഇത്? ശ്രദ്ധ കരയരുത് പ്ലീസ്. കേഡറ്റ്സ് എല്ലാം വരുന്നുണ്ട്, ശ്രദ്ധ കരയുന്നവർ കണ്ട. ഓക്കെ, ശ്രദ്ധ ഹാങ് നമ്പർ 5 ഒളിഞ്ഞു നോക്കി, അത് ഈശ്വർ സാർ കണ്ടു. അതിനുള്ള പണിഷ്മെന്റ്. എന്തിനാ അങ്ങോട്ടൊക്കെ പോയത്? അതുകൊണ്ടല്ലേ? ഏയ് കാലേ ഭയങ്കര വേദന, മസിൽ പിടിച്ചു എന്നാ തോന്നുന്നേ. ഞാനേ ആ സ്വാമി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. 80 ഓടിയുള്ളൂ, 20 ഓടിയില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയല്ലേ, അത്രയൊക്കെ മതിയെന്നേ. എന്റെ തോമാച്ച ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇത് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. അല്ല, മാനേജ് ചെയ്തോളാം. സ്വന്തം അമ്മയ്ക്ക് സുഖമില്ല, അവന് ഇതുപോലെ ഉണ്ടാവൂല. അമ്മയ്ക്ക് അച്ഛനുണ്ട്. ആ എടുക്കണോ? പോടാ സിംഗ്. Hey, who's there? कौन हो तुम? What are you doing there? Stay there.
എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇവന്റെ ഐഡന്റിറ്റി മനസ്സിലാവുന്നില്ലല്ലോ. ഏത് രാജ്യക്കാരനാണ് ഇവൻ? ഭാഷയും തിരിയുന്നില്ല. പഠിച്ച കള്ളനാണ് സാർ അവൻ. അവന് നമ്മുടെ ഭാഷയൊക്കെ അറിയാം. അറിഞ്ഞിട്ടും അറിയില്ല എന്ന് ഭാവിക്കാൻ. ഇന്റലിജൻസുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട് സർ. അവരോട് വരട്ടെ. അയ്യോ സാർ, Scoundrel! Did it? Son of a bitch. ഒരു സംശയത്തിന്റെ പുറത്തുണ്ടായ തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ ശ്രദ്ധ ഫോളോ ചെയ്തൊരു സ്ട്രേഞ്ചർ തന്നെയാണ്. ആൻഡ് സോറി ഫോർ ദ പണിഷ്മെന്റ്. സർ, ഞാൻ ആ ഹാങ്കറിനെ കുറിച്ച് ചോദിച്ചതിന്റെ പിറകെ എന്നെ അവിടെ വെച്ച് കണ്ടതുകൊണ്ടല്ലേ സാറിന് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ആരാണ് സാർ ആ സ്ട്രേഞ്ചർ? അയാളിപ്പോഴും കസ്റ്റഡിയിലാ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. സോറി സർ. ദേ കണ്ടില്ലേ, ഒരു വിവരവും ഇല്ലാത്തോളാ ഞാൻ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വേണ്ടാത്തത് ചോദിക്കൂ. എന്നോട് ക്ഷമിക്കണം സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. സർ, പിന്നെ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സ്. കാലുകൊണ്ട് ആരും സ്വീറ്റ്സ് ഉണ്ടാക്കാറില്ല. കാര്യം പറയൂ. കുറച്ച് കൊടുത്തയച്ച. ഒരാൾക്ക് പോരാ, രണ്ടുപേർക്ക് വേണം. ഞാൻ മെസ്സി കഴിച്ചോളാം സർ. അതല്ല, എന്റെ കൂടെ എന്റെ സർവന്റ് കൂടെ ഉണ്ട്. എനിക്കറിയാം സർ. പറ്റേ സർ. ഓക്കെ. സർ, many happy returns of the day. thank you sir. Thank you very much sir. Thank you. The gate. Switch on. Yes sir. എങ്ങനെയുണ്ട് ഇന്നത്തെ വെപ്പ്? പാചകം എങ്ങനെ ഉണ്ടെന്ന്? നന്നായിരിക്കുന്നില്ലടാ. ധാരണാക്കിയതാ ഫാത്തിമേ. പിന്നെ ഫാത്തിമ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കും ഇത്രയും ടേസ്റ്റില്. പിന്നെ ആര്? ഇതവരൊന്നുമല്ല. ആ സക്കീർദാന്റെ വീട്ടിൽ ഇടയ്ക്ക് ഒരു പെണ്ണ് വരാറില്ലേ? എന്താ അതിന്റെ പേര്? ഇവിടെ പഠിക്കുന്നതാ. ശ്രദ്ധയോ? ആ ശ്രദ്ധ അത് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ചപ്പാത്തി ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഇവിടെ. ആയിരിക്കല്ലേ? ഒക്കെ പുതിയ സ്റ്റൈലാ. ശ്രദ്ധ സ്റ്റൈൽ എന്നാ പറഞ്ഞത്. ഈ രജനി സ്റ്റൈൽ പോലെയൊക്കെ ഇരിക്കും. You are the greatest. ശ്രദ്ധ. എന്താ അതിന്റെ അർത്ഥം? ചോദിച്ച കേട്ടില്ലേ? ഞാൻ എന്തെങ്കിലും അരുതാത്ത എഴുതിയോ സാർ? ആരോട് ചോദിച്ചിട്ടാ നിന്റെ വീട്ടിൽ കയറി ചോറും കറി ഉണ്ടാക്കിയത്? ചപ്പാത്തിയും കറി ഉണ്ടാക്കാൻ സഹായിച്ചു, അത്രേ ഉള്ളൂ. 69 come and reading you. 69 clear for landing. Yes.
Roger. Over and out. बाप रे बाप! ए, ईश्वर साहब का रोमांस हो रहा है! जल्दी आ! जल्दी आ! ईश्वर साहब का रोमांस! जल्दी जल्दी! देख, അളിയത് റൊമാൻസ് തന്നെ അവള് സാധിച്ചടാ. എന്നാൽ ഇവളുടെ ഒരു ചങ്കൂറ്റായി. ഓ, ശ്രദ്ധ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. സാർ വളഞ്ഞളിയ. അഭ്യാസമൊന്നും എന്റെ അടുത്ത് വേണ്ട. കാല് കുത്താൻ ഇടം കൊടുത്തപ്പോ പതിച്ചെടുക്കാൻ വന്നിരിക്കുക. നീ എന്ത് വിചാരിച്ചു? നിന്റെ സ്വീറ്റ് കണ്ടപ്പോ ഞാനങ്ങ് മയങ്ങിപ്പോയെന്നു. ഒരു പരിധി വിട്ടാൽ ആകെ ബോറാകും കേട്ടോ. എന്നോട് ക്ഷമിക്കണം സർ. എല്ലാ ആണുങ്ങളെയും പോലെ സാറിനെയും എനിക്കൊരു തെറ്റ് പറ്റി. ഇനി ആവർത്തിക്കില്ല. ഇത് എത്രാമത്തെ ഇടവാ? എന്ത് സ്വിച്ചാണിത്? ശ്രദ്ധ ഇതാകെ മൂടൗട്ടാണല്ലോ. ശ്രദ്ധേ, എന്താ മൂടോപ്പാടാ? അന്നേ ഞങ്ങൾ വാൺ ചെയ്തതല്ലേ ഈശ്വര സാറിന്റെ അടുത്ത് ഈ വേലയൊന്നും നടക്കൂലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനി ഇപ്പൊ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സമപ്രായക്കാരായ എത്രയോ ആൺകുട്ടികളിവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ. അയ്യടാ ഞാൻ. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുന്ന കൂട്ടത്തിലൊന്നും അല്ല. ശ്രദ്ധ തോൽക്കണമെങ്കിലേ ഇനി ഒരു ജന്മം കൂടി എടുക്കണം. ഈ വാശി കൊള്ളാം. തോക്കും തോറും വാശി കൂടണം. തോൽവിയാണല്ലോ ജയത്തിന്റെ പിന്നോടി, അല്ല മുന്നോടി. ശ്രദ്ധയോടൊപ്പം ഞാനുണ്ട്. ഈശ്വരനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ കുമ്പസരിപ്പിക്കും. ഇത് സോറി, സത്യം. चेक her टेम्परेचर. इन्फॉर्म मी आफ्टर सम टाइम. यस डॉक्टर. ये होश में आते ही ठीक है तो इसको घर भेज सकती हो. जी डॉक्टर. Nothing to worry. She is just weak and tired. That's all. You can take her right now. കൊണ്ടുപോവാൻ എങ്ങോട്ട്? मैंने कितनी बार पूछा आपको कहां छोड़ना है? बोलिए. For heaven's sake, tell me where should I drop you? गुड इवनिंग सर. मेरे साथ एक गेस्ट भी है, मेरा कजिन. जी साहब. ग्रुप कैप्टन ईश्वर साहब के साथ एक गेस्ट है, नोट कर लो.
ചലേ. ഓരോ മാരണങ്ങൾ കയറി വരും. ഇന്ന് ആരെയാണാവോ കണികണ്ടത്? ഈ നേരത്തെ രാമു ഇവിടെ ഇല്ലാതായിപ്പോല്ലോ. अरे भगवान के लिए कुछ तो बोलो. कौन हो तुम? ഇനി ഇവിടെ ഊമയോ മറ്റോ ആണോ ദൈവമേ? അല്ല. മലയാളിയായിരുന്നിട്ടാണോ ഇത്ര നേരം ഒന്നും മിണ്ടാതെ എന്നിട്ട് കുരങ്ങളിപ്പിച്ചത്? അതിന് സാർ ഇപ്പോഴാ മലയാളം പറഞ്ഞത്. ഓ, എന്താ പേര്? ലക്ഷ്മി. ഇവിടെയാണോ വീട്? അല്ല, നാടെവിടെയാ? ആലപ്പുഴയ്ക്കടുത്ത്. ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? ഇതേ ഒരു പട്ടാളക്കാരന്റെ വീടാ, അതും ബാച്ചിലറുടെ. സർവന്റ് പോലും ഇവിടെ ഇല്ലാത്ത നേരത്തെ ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നമാവും. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മനുഷ്യത്വത്തെ ഓർത്ത് മാത്ര. ഇത്രയും വൈകിട്ട് നിങ്ങൾ ഇവിടെ നിറക്കി വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ കഴിയാം. വെളുപ്പിനെ പോയിക്കോളും. ഉറങ്ങില്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. കുറച്ചുകൂടെ വെളുത്തിട്ട് പോയാൽ മതി. പൈസ വല്ലതും വേണോ? വേണ്ട. റോഡിലൂടെ വലത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. പോകുമ്പോ കഥ വലിച്ചടച്ചേക്കണം.